സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വ്ലോഗ് കാണണം എന്ന് പറഞ്ഞ കാരണം കൂടുതലും നമ്മൾ വ്ലോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങളുടെ ഇഷ്ടമാണല്ലോ ഞങ്ങളുടെയും ഇഷ്ടം. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ അല്ല, ഇന്ന് ഒരു സാറ്റർഡേ ആണ്. സാറ്റർഡേയിൽ വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ ആദ്യമായിട്ട് സാറ്റർഡേ വൈകുന്നേരം അല്ലേ, അപ്പോൾ നമുക്ക് ചായ കുടിക്കണ്ടേ. അപ്പോൾ ഞാൻ ഇന്ന് ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ ചായ കുടിക്കാൻ പോകുമ്പോൾ ഞാൻ ചായ ഇങ്ങനെ കുടിക്കാറില്ല, കഴിക്കാനുള്ളത് മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്നത് പൂരിയും ബീഫ് റോസ്റ്റുമാണ്. ബീഫ് റോസ്റ്റ് അല്ലേ ഇത്? പൂരിയും ബീഫ് റോസ്റ്റുമാണ് ഞാനിന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാം കേട്ടോ. ദേ ഇവിടെ ഇരിപ്പുണ്ട്. ദേ ഇവിടെ ഇരിക്കുന്നു നമ്മുടെ പൂരിയും ഇപ്പുറത്ത് ബീഫ് റോസ്റ്റും. നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് ആണെന്നാണ് അമ്മ പറഞ്ഞത്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ബീഫ് റോസ്റ്റ് ആണ്. അപ്പോൾ ഞാനിത് എന്തായാലും വേഗം ഒന്ന് കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മറ്റുള്ള പരിപാടിയിലേക്ക് പോവാൻ. പൂരിയും ബീഫ് റോസ്റ്റൊക്കെ കഴിച്ചു. ഇനി എന്താണ് അമ്മ ഇവിടെ കിച്ചണിൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഓണം സീസണൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഓണം സീരീസ് എല്ലാവരും ഒക്കെ കണ്ടു തുടങ്ങിയെന്ന് മനസ്സിലായി. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നും മനസ്സിലായി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓണം സീരീസ് നടക്കുന്നതിന് ഇടയ്ക്ക് ഒരു കുഞ്ഞു വ്ളോഗും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം വ്ളോഗ്സ് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ഒരു ശനിയാഴ്ച ദിവസത്തെ കാഴ്ചകളാണ്, ശനിയാഴ്ച ദിവസം വൈകുന്നേരത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് ഈ വ്ളോഗിലൂടെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അമ്മ എന്താണ് ഈ കിച്ചണിൽ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. ചമ്മന്തി എടുക്കുന്നത് കാണിക്കാം. പിന്നെ എന്തെങ്കിലും വേറെ എടുക്കണമെങ്കിൽ എടുത്തോ, നാളെ ചെയ്യുമ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ചേർത്ത് വേണമെങ്കിൽ ഒരു ചെറിയ വയ്യൊന്നുമില്ല. ഇവിടുത്തെ വൈകുന്നേരത്തെ ചില കാഴ്ചകളാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഓരോരോ പരിപാടികളാണ് വൈകുന്നേരം ആകുമ്പോൾ. ഇത് എന്തിനു വേണ്ടിയിട്ടാ ഇപ്പൊ ചേരണ്ടേ? നമുക്ക് ചമ്മന്തി അരയ്ക്കണം. ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ചമ്മന്തി. അത് ശരി. നമുക്ക് എടുക്കുമ്പോ കാണിക്കാം എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഇതിന് വേണ്ടി തേങ്ങ ചിരണ്ടി എടുക്കുന്നതാണ്. ചമ്മന്തി എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി. തേങ്ങ ആദ്യം കേട്ടോ. പിന്നെ സ്വല്പം വാളംപുളി, പിന്നെ ചുവന്നുള്ളി, പാകത്തിന് ഉപ്പ്. അതുകൂടാതെ വറ്റൽമുളകുണ്ട്, അത് ഞാൻ കാണിക്കാം എത്രയാണെന്നുള്ളത്. ഈ സംഭവം എന്നാന്ന് പറയാം. അവിടെ കുനുകുനു അരിഞ്ഞിട്ടിട്ടില്ലേ, അതാണ് ഇഞ്ചിയുടെ വേറൊരു ഫോമാണ്. നമുക്ക് ശരിക്കുള്ള ഇഞ്ചിയല്ല, മാങ്ങ ഇഞ്ചി എന്ന് അറിയപ്പെടുക. അതിന്റെ കൂടുതലുള്ള ഭാഗം ഞാൻ കാണിച്ചു തരാം, പോർഷൻ. ഇത് മാങ്ങായുടെയും ഇഞ്ചിയുടെയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഇത് വളരെ പണ്ട് ഇവിടെ ഇത് ഒരുപാടുണ്ടായിരുന്നു. ഇവിടെ അമ്മച്ചി നടുവായിരുന്നു വാരം കോരി, ഞാൻ മഞ്ഞയൊക്കെ സമയത്ത്. പിന്നെ അതെല്ലാം ഇവിടുന്ന് പോയി. അപ്പം തറവാട്ടിലെ വീട്ടിലും ഉണ്ടായിരുന്നു. അവിടത്തെ പോയിട്ട് തറവാട്ടിലെ ചേച്ചി എവിടെന്നോ കൊണ്ടുവന്നപ്പോൾ എനിക്ക് കുറച്ച് തന്നതാ ചമ്മന്തി അരയ്ക്കാനായിട്ട്. അപ്പം എന്നോട് പറഞ്ഞത് വിത്തിന് വെച്ചേക്കണ്ട, ഇതിപ്പോ മൂത്ത സാധനമല്ല, മൂത്താലെ വിത്തിനെടുക്കാവുള്ളൂ. അപ്പൊ വിത്തിന് സീസൺ ആകുമ്പോ തരാം, ഇതിപ്പോ നമ്മൾ കറി വെക്കാൻ എടുത്തോളാൻ പറഞ്ഞു. അമ്മച്ചി ഈ മാങ്ങ ഇഞ്ചിയും കൊണ്ട് ചമ്മന്തി അരയ്ക്കും. കൂടാതെ ഇഞ്ചിക്കറി വെക്കുന്നത് പോലെ തേങ്ങ വറുത്തരച്ച് വാളംപുളി പിഴിഞ്ഞു വെക്കുമായിരുന്നു. നമ്മളിപ്പോ ആ പരിപാടിക്ക് പോണില്ല. നമുക്ക് തൽക്കാലം ഒരു ചമ്മന്തി അരയ്ക്കാം. ഇഞ്ചിക്ക് പകരം അത്രയും ഭാഗം മാങ്ങ ഇഞ്ചി അരിഞ്ഞിട്ടേച്ച് തേങ്ങയും പുളിയും ഉള്ളിയും ഉപ്പും മുളകും എല്ലാം ചേർത്തിട്ടുള്ള ഒരു ചമ്മന്തി. അപ്പൊ ഈ ചമ്മന്തിക്ക് നമുക്ക് കാന്താരിമുളക് ചേർക്കണവർക്ക് കാന്താരിമുളക് ചേർക്കാം. നമ്മള് കാന്താരിമുളക് ഈ ചമ്മന്തിക്ക് എടുക്കണില്ല, പകരം വറ്റൽമുളകാണ് എടുക്കണത്. വറ്റൽമുളക് ഒരു 4 എണ്ണം ഞാൻ തവയിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കാം. ചുട്ടരച്ചു കഴിഞ്ഞാൽ ടേസ്റ്റിയാ ചമ്മന്തി. അപ്പൊ അതറിയാലോ ചുട്ടരക്കുന്ന ചമ്മന്തി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ വറ്റൽമുളകൊന്ന് ചൂടാം. എന്നിട്ട് എല്ലാ ഐറ്റവും കൂടെ മിക്സിയിലിട്ട് അരച്ചെടുക്കുക. കല്ലിലൊക്കെ അരച്ചാൽ വളരെ ടേസ്റ്റിയാണ്. പക്ഷെ ഇപ്പൊ അതിനൊന്നും ആരും മെനക്കെടാൻ പോവാറില്ലല്ലോ. ഇപ്പൊ നമ്മള് മിക്സിയാണല്ലോ പരമാവധി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് കളർ മാറുന്നവരെ എടുത്ത് തിരിച്ച് മറിച്ചു വിടണം കേട്ടോ. നമുക്ക് വറ്റൽമുളക് ചുട്ടതേ ലൈറ്റ് ബ്രൗൺ കണ്ടേ ആ കളർ ഇങ്ങനെ ആവണ്ടെങ്കിൽ നമുക്ക് തേങ്ങയിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് എന്നാന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ഒരു പൊടിക്ക് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. മെയിൻ താരം ഇതാട്ടോ, മാങ്ങയിഞ്ചി ചേർത്തിട്ടുള്ള തേങ്ങാ ചമ്മന്തി, വാളംപുളിയും ചേർത്തുള്ള ചമ്മന്തി. ഇതിന് ഞാൻ വെളുത്തുള്ളി ചേർക്കണില്ല. ചുമന്നുള്ളിയും ഉപ്പും മാങ്ങയിഞ്ചി പുളി തേങ്ങ
വറ്റൽമുളകും അത്രേ ഉള്ളൂ. അത്രയും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ലേശം വെള്ളം ഒഴിക്കണ്ടേ? സ്വല്പം അത് കാണിക്കാൻ നമുക്ക് തേച്ച് കാണിക്കാം. അടിയിൽ മുളക്, ഇഞ്ചി, പിന്നെ നമുക്ക് തേങ്ങ ഒറ്റയടിക്ക് അരിഞ്ഞില്ലെങ്കിൽ നമുക്ക് രണ്ടായിട്ട് എടുക്കാം കേട്ടോ. ഉപ്പ, പിന്നെ ഉള്ളി. ഇത് ജസ്റ്റ് സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കറക്കി കഴിഞ്ഞിട്ട് പുളി ചേർക്കാം. സ്വല്പം വെള്ളം മതി. ചമ്മന്തിക്ക് പരമാവധി വെള്ളം കുറവാണ് നല്ലത്. ഇത് മതി. ഇതൊന്ന് ഒതുക്കി വെച്ച് പുളി ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി തേങ്ങ ഇതിൽ അരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നോടെ ഇത് രണ്ടാമത് എടുത്ത് ഒന്നോടെ അരച്ചെടുക്കാം. അമ്മ ഇന്ന് അടിപൊളി ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇന്ന് ഗ്ലാസ്സിലാണല്ലോ ചായ. നമുക്കല്ലാതെ അടിപൊളി ചായയാണ്. എന്നെ കുട്ടിച്ചേച്ചിക്ക് കൊടുക്കാനുണ്ടാക്കി. കുറച്ച് ബാക്കി അമ്മയ്ക്ക് കുടിക്കാൻ കപ്പലിവിടാം. അത് എന്നെ കുട്ടിച്ചേച്ചിക്ക് ആയതുകൊണ്ടാ ഗ്ലാസ്. അപ്പൊ വേഗം ചായ കൊടുത്തോ. പ്രത്യേകിച്ച് ഒന്ന് പരിപാടി തുടങ്ങാം. അങ്ങനെ നമ്മുടെ മിക്സിയില് ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് ഞാൻ മൊത്തം 2 ട്രിപ്പായിട്ട് ആ ചമ്മന്തി അരച്ചെടുത്തതാണ്. അത് ഫുൾ ഫൈൻ ഫോമിലല്ല കേട്ടോ. ചമ്മന്തി അരയ്ക്കുമ്പോൾ സ്വല്പം ഒരു ഒതുക്കലും അല്ല അരയിലും അല്ലാത്ത പാകത്തിനാണ്. ഇത് നമുക്ക് ഇതേ പ്ലേറ്റിലേക്ക് ഇങ്ങനെ കമത്തിയിട്ട് നമ്മൾ ചമ്മന്തി അരച്ചു കഴിയുമ്പോൾ ഒരു പണി ചെയ്യാറില്ലേ? കൈയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് ചുരുട്ടി എടുക്കണം. അങ്ങനെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതിന് വെള്ളം ചേർക്കാൻ പറ്റൂല കേട്ടോ. അതിൽ നിന്ന് നമുക്ക് എടുത്തങ്ങ് കഴിച്ചാൽ മതി ഉള്ളത്. ഇത് നമ്മള് പിരിപിരിവെന്ന് കിടക്കണത് കൈ കൊണ്ടൊന്നങ്ങ് ഉരുട്ടാം. എന്നിട്ട് നമുക്ക് എടുത്ത് വെക്കാം. ഒരു ഉണ്ട പോലെ. ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ചമ്മന്തിക്ക് ഈ തേങ്ങയും പുളിയും ചേർക്കണ ചമ്മന്തിക്ക്, വാളംപുളി ചേർക്കണ ചമ്മന്തിക്ക് എപ്പോഴും നല്ലത് മുളക് ചുട്ടരക്കണതാട്ടോ. ഈ കാന്താരിമുളക് ഇടുന്നത് മാങ്ങാ ചമ്മന്തിക്ക്, ഇരുമ്പമ്പുളി ചമ്മന്തി, അങ്ങനെയൊക്കെയുള്ള ചില ചമ്മന്തികൾക്ക് ഈ വാളംപുളി ചേർക്കാത്ത ഉള്ള ഏതിനം ചമ്മന്തിക്കും കാന്താരിമുളക് ചേർക്കാം. പിന്നെ ഈ ചമ്മന്തിക്ക് ശരിക്കും ഇങ്ങനെ മുളക് ചുട്ടരച്ച് ഇത് തന്നെയാണ് നല്ലത്. നല്ല ടേസ്റ്റ് ഇല്ലേ? ഇവിടെ അമ്മച്ചി ഇങ്ങനെ പല സംഗതികൾ ഈ തേങ്ങ വറുത്തരച്ചത് കറി വെക്കും. അത് വേറൊരു ടേസ്റ്റാ. അതിനെ നമ്മൾ അതിലേക്ക് പോണില്ല. ഇനിയിപ്പൊ ഇത് ചിലപ്പോ ഈ മാങ്ങ ഇഞ്ചി പിക്കിൾ ഇടുന്നത് പോലെ പിക്കിൾ ഇടാൻ പറ്റൂന്ന് എനിക്ക് തോന്നണത്. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം അല്ലേ? നോക്കാം എങ്ങനെയുണ്ടെന്നാ. അങ്ങനെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഒരു കാപ്പി ഉണ്ടാക്കുകയാണ്. അതെ, ബ്രൂ കോഫി. അതെ, വൈകിട്ടത്തെ. ഇന്ന് ഇച്ചിരി സമയം തെറ്റിപ്പോയി. നമ്മൾ 6:30 കഴിക്കാറ്. അതെ, ഇന്നിപ്പോ 7 മണിയായി അല്ലേ? ഇച്ചിരി വൈകിപ്പോയി. പാല് തിളച്ച് പൊങ്ങി വന്നോണ്ടിരിക്കുവാണ്. എപ്പോഴും നമ്മള് വീഡിയോയിൽ കാണിക്കുന്ന ഒരു ദൃശ്യമാണിത്. കുറച്ചുകൂടി പൊങ്ങട്ടെ, ഇനിയും പൊങ്ങട്ടെ. ഇനി മതി, അല്ലെങ്കിൽ വീഴും. അടിപൊളി. ഇനി കപ്പിൽ ഇതേ പൊടി ഇട്ടേക്കണം. അതിലേക്ക് മറിക്കുവാണ്. ഷുഗർ ഇട്ടിട്ടുണ്ട്. അത് അങ്ങനെ മറിച്ച് വെച്ചാണ് ഞാൻ അടിക്കണത്. അടിക്കുമ്പോ കാണിച്ചു തരാം. എനിക്കുണ്ടോ ഈ കാപ്പി? എല്ലാവർക്കും ഉണ്ട്. കുടിക്കൂലല്ലോ? കുടിക്കാവുന്ന കുടിച്ചോ. കുടിച്ചോളാം. പതപ്പിക്കാൻ പോവാണ് അമ്മ. എനിക്ക് പതപ്പിക്കണ എപ്പോഴും കാപ്പിയല്ല ഇഷ്ടം. ഇപ്പൊ കൊണ്ടുവരാവേ. ഇപ്പൊ എടുക്കാം. ചൂടാറിപ്പോവില്ല അപ്പൊ പതപ്പിക്കുമ്പോ? അങ്ങനെ ഒന്നും കടിച്ചാൽ ചൂടൊന്നും മാറൂല. അടിപൊളി. ഇതെങ്ങനെ ഒഴിക്കും? പക്ഷേ പതയായി. ഇനി അടുത്തയാക്കും. അടിപൊളി. 3/4 കപ്പ് ഉള്ളൂ കേട്ടോ എല്ലാവർക്കും. ഇനി എല്ലാവർക്കും കാപ്പി കുടിക്കാം. ഇതെന്താ പരിപാടി? എന്നാന്നോ, ഇന്നലെ വെച്ച വറ്റമീനാണത്. അപ്പൊ ഇന്നലെ വെച്ചതാണ് രാവിലെ. അപ്പൊ വൈകിട്ട് നമ്മള് മീൻ വേവിച്ചു കഴിഞ്ഞാൽ ചട്ടിയിൽ തന്നെയാ വെക്കണത് കേട്ടോ. അപ്പൊ നമ്മള് വൈകിട്ട് ഇന്നപ്പോ ഇന്ന് തിളപ്പിച്ച് എടുത്ത് മാറ്റി വെക്കാം ബർണറിൽ നിന്ന്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോ നമ്മളത് ഗ്യാസ് ഓഫ് ചെയ്ത് ബർണറിൽ നിന്ന് മാറ്റി പുറത്തേക്ക് എടുത്ത് വലയിട്ട് കവർ ചെയ്ത് വെക്കും. എന്നിട്ട് ആവി നന്നായിട്ട് പോയി കഴിയുമ്പോ അടപ്പ് കൊണ്ട് ഭദ്രമായിട്ട് മൂടി വെക്കാം. എല്ലാ ദിവസവും ഇങ്ങനെയാ ചെയ്യണം. അപ്പൊ എന്നാന്നറിയാമോ, എല്ലാ ദിവസവും
വൈകിട്ടൊന്ന് തിളപ്പിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കേടായി പോകും. കാര്യം വരട്ടി വെക്കണ മീനാണെങ്കിൽ ഡെയിലി നമ്മൾ എടുക്കുമല്ലേ അതിൽ നിന്ന്. അപ്പൊ അങ്ങനെയൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് അങ്ങ് ഓഫ് ചെയ്ത് മാറ്റിയാൽ മതി. ഓഫ് ചെയ്ത് വെച്ച് നമ്മൾ ഉടനെ മൂടി വെക്കരുത്, കേടായി പോകും മീൻ. നന്നായിട്ട് തണുത്തതിന് ശേഷം മൂടാവുള്ളൂ. ഇപ്പൊ നമ്മളൊരു ഫുഡ് കവർ കൊണ്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കും, മാലിന്യൊന്നും കേറാതെ. അത്രേ ഉള്ളൂ. വീണ്ടും ഡിന്നറിലേക്കാണ് സൂം ചെയ്യുന്നത്. എന്തൊക്കെയാ അതിനകത്ത് ഒഴിച്ചിരിക്കുന്ന അമ്മ? ഇതിൽ പറയാം. ചോറ്, നല്ല ഉള്ളി സാമ്പാറല്ല, വെണ്ടയ്ക്ക, ടൊമാറ്റോ, സവോള ചേർത്തുള്ള സാമ്പാറ്, വറ്റമീൻ വെച്ചത്, ബീഫ് റോസ്റ്റ് വിത്ത് ഒണിയൻ സാലഡ്, ഒണിയൻ, കുക്കുംബർ, ക്യാരറ്റ് എല്ലാം കൂടെ ചേർത്തുള്ള സാലഡ്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇടാൻ പോണത് നമ്മുടെ താരമായ മാങ്ങ ഇഞ്ചി ചമ്മന്തി. അതെ, അടിപൊളി. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ചമ്മന്തി. ഞാൻ രുചിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുള്ള. ഞാനില്ലേ വന്ന ഇടയ്ക്ക് അമ്മച്ചി ഇവിടെ ഈ മാങ്ങയിഞ്ചി ഉണ്ടായിരുന്നു, അമ്മച്ചി നട്ട് പിടിപ്പിച്ചിരുന്നത്. അതും കൊണ്ട് ഉണ്ടാക്കുമായിരുന്നു ഞാൻ. പിന്നെ അതിന്റെ ടേസ്റ്റ് ഒക്കെ അങ്ങ് മറന്നുപോയി. ഇപ്പൊ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ വീണ്ടും നമുക്കിത് കിട്ടിയത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിതിന്റെ ടേസ്റ്റ് ഒരു സ്പൂൺ കഴിച്ചപ്പോൾ ഞാൻ പിന്നെ എനിക്ക് കഴിക്കാൻ തോന്നിയത്. ഒരു പ്രത്യേക ട്രഡീഷണൽ രുചിയാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല രസമുള്ള ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഈ ചമ്മന്തികളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തി ആയിരിക്കും മാങ്ങ ചമ്മന്തി, മാങ്ങ ഇഞ്ചി ചമ്മന്തി. ഇനിയിപ്പം മമ്മി ഇത് മൂത്ത് കഴിയുമ്പോ നടാൻ വിത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് നട്ടുപിടിപ്പിക്കാൻ ഇത് നഷ്ടപ്പെടുത്തരുത്. നല്ല ഐറ്റം ഇതല്ലേ. അപ്പൊ ഇനി നമുക്ക് വേഗം തന്നെ കഴിക്കാൻ പോട്ടെ. നിങ്ങളും ഒക്കെ ഡിന്നറൊക്കെ കഴിഞ്ഞോ, അതെയോ കഴിച്ചോ, എന്തൊക്കെയാണ് സ്റ്റാറ്റസ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ഇടൂ കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സാറ്റർഡേയിൽ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് സൺഡേ മോർണിംഗ് ആണ്. ഇന്ന് പക്ഷേ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. നമ്മുടെ അത്തം തുടങ്ങി 10ാമത്തെ ദിവസം നമുക്ക് പൊന്നോണമാണ്. അപ്പോൾ അത്തം തുടങ്ങുമ്പോൾ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമ്മൾ എല്ലാ ദിവസവും പണ്ട് കാലത്തൊക്കെ 10 ദിവസവും നമ്മൾ പൂക്കളം ഇടും. ഞാനിവിടെ എല്ലാ ദിവസവും പണ്ട് തൊട്ടേ ഞാൻ പൂക്കളം ഇടാറുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് പൂക്കളം ഇടാൻ പോവാണ്. അപ്പോൾ പൂക്കളം ഞാൻ എപ്പോഴും ഇവിടെയൊക്കെ തന്നെയുള്ള നാടൻ പൂക്കളൊക്കെ പറിച്ചിട്ടാണ് ഞാൻ സാധാരണ പൂക്കളം ഇടാറ്. പൂക്കളം അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാറൊന്നുമില്ല. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. എനിക്ക് നാടൻ പൂക്കളം ഭയങ്കര ഇഷ്ടമാണ്. പണ്ടത്തെ ആ ഓർമ്മകൾ പുതുക്കുന്ന ഒന്നാണല്ലോ നാടൻ പൂക്കളം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നും നമ്മൾ ഇടാൻ പോകുന്നത് നാടൻ പൂക്കളാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് വേഗം തന്നെ കിച്ചണിലേക്ക് ക്യാമറ സൂം ചെയ്യാം. അവിടെ അമ്മ എന്തൊക്കെയോ പരിപാടികളിലൊക്കെയാണ്. അപ്പോൾ ആദ്യം പൂക്കളമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളെല്ലാവരും പൂക്കളമൊക്കെ ഇട്ടോ? അത്തം തുടങ്ങിയ ഇന്നലെ ആയിരുന്നു അത്തം. അപ്പോൾ ഇന്നലെ തൊട്ട് നിങ്ങളൊക്കെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും താഴെ കമൻറ്റ് ബോക്സിലൊക്കെ കമൻറ്റ് ഇടൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പൂക്കളൊക്കെ പറിക്കാൻ പോവാം. എന്തൊക്കെ ടൈപ്പ് പൂക്കളുണ്ടോ എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഓരോ വർഷവും പൂക്കളൊക്കെ സാധാരണ കുറഞ്ഞു വരാറാണ് പതിവ്. എല്ലാ വർഷവും ഒന്നും എല്ലാ പൂക്കളൊന്നും കിട്ടാറില്ല. എങ്കിലും നമുക്ക് നോക്കാം എന്തൊക്കെ പൂക്കളൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഉള്ളത് കൊണ്ട് ഓണം പോലെ. പൂ പറിക്കാൻ പോരുന്നോ ആദിരാവിലെ. പൂ പറിക്കാൻ പോണ സ്റ്റൈലാണ്. പൂക്കളൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. വിചാരിച്ച പോലെ പൂക്കളൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. എന്നാലും നമുക്ക് നോക്കാം. എനിക്ക് ആകെപ്പാടെ ഈ ഒരു പൂ മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് നോക്കാം എന്തായാലും. ദേ നമ്മുടെ തനി നാടൻ പൂക്കളാണ്. ചെമ്പരത്തി, പിന്നെ 2 കാട്ടുപൂക്കൾ, പിന്നെ പച്ച കളറിന് വേണ്ടിയിട്ട് പച്ചിലകളാണത്. നമ്മൾ ഈ പൂക്കളത്തിൻ്റെ ഇടയ്ക്ക് പച്ച കളറൊക്കെ കാണില്ലേ, അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പച്ചപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നമുക്ക് ഈ ഉള്ള പൂക്കളൊക്കെ വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു പൂക്കളം തീർക്കാം. എന്തായാലും അത്തമല്ലേ, ഓണത്തിൻ്റെ ഒരു റിമെമ്പറൻസ് അല്ലേ. അപ്പം ഇതാണ് എൻ്റെ കുഞ്ഞു പൂക്കളം. ഉള്ളത് കൊണ്ട് നാടൻ പൂക്കൾ കൊണ്ട് വെച്ച് ഉണ്ടാക്കിയ ഒരു കുഞ്ഞു പൂക്കളം. എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവരും പൂക്കളമൊക്കെ ഉണ്ടാക്കിയോ വീട്ടിൽ? എൻ്റെ എല്ലാ വർഷത്തെ പൂക്കളവും ഇതുപോലെ നാടൻ പൂക്കൾ വെച്ചിട്ടുള്ള പൂക്കളമാണ്. എനിക്ക് എപ്പോഴും അതാണ് ഇഷ്ടം. ഹായ്,
അമ്മ ഇവിടെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ അടുത്തിരിക്കുകയാണ്. പനീർ ടേസ്റ്റ് ചെയ്തോണ്ടിരിക്കലാണ് എന്റെ പ്രധാന പരിപാടി. പറയുമായിരുന്നു ഈ പനീർ കറിയിൽ ചേർക്കാൻ ഉണ്ടാവും എന്നുള്ളൊരു ഡൗട്ടാണ്. അതേ കണ്ട മസാല അമ്മ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് പനീർ ഇരിപ്പുണ്ട്, കാണിച്ചു തരാം. ഇവിടെ പനീർ ഷാലോ ഫ്രൈ ചെയ്തിരിപ്പുണ്ട്. ബട്ടറിൽ ഷാലോ ഫ്രൈ ചെയ്തിരിക്കുന്ന പനീറാണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് റെസിപ്പി കാണിക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനൊരു ക്ലിപ്പിംഗ് നിങ്ങളെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി കാണിച്ചെന്നുള്ളൂ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ബട്ടറിൽ ഷാലോ ഫ്രൈ ചെയ്ത പനീർ എന്ന് പറയുമ്പോൾ തന്നെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഊഹിക്കാം അല്ലേ? അപ്പം കറിയൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ പനീർ ബട്ടർ മസാല അങ്ങനെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽഡ് റെസിപ്പി കാണിക്കാം. ഞാൻ ജസ്റ്റ് നിങ്ങളെ വ്ളോഗിലൊന്ന് കാണിച്ചാണ്. ഡീറ്റെയിൽഡ് റെസിപ്പി കാണിക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പനീറൊന്നും വേണമെന്നില്ല, അതിൻ്റെ ഗ്രേവി മാത്രം മതി. നമുക്ക് ചപ്പാത്തി കഴിക്കാനൊക്കെ സൂപ്പറാണ് ഡിഷ്. എന്തായാലും നിങ്ങളെ കാണിക്കാം കേട്ടോ റെസിപ്പി. ഹലോ, അങ്ങനെ പനീർ ബട്ടർ മസാലയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നു. പൊറോട്ടയും പനീർ ബട്ടർ മസാലയൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഉച്ചയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി. അപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മധുരം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മധുരം ഇല്ലാന്നുണ്ടെങ്കിലും ഒരു സുഖമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു മധുരമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ഏത്തപ്പഴം ഉണ്ട്, അന്ന് ഏത്തപ്പഴം വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. എന്തോ ഒരു പുതിയ ഐറ്റം ആണ്. അമ്മ ഏതോ മാഗസീനിൽ കണ്ടതാണ് റെസിപ്പി എന്നാ പറഞ്ഞേ. അപ്പൊ അത് വെച്ചിട്ട് ദേ ഇവിടെ ആളുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ചെയ്യണേ, ഇത് ട്രൈ ചെയ്യുന്നത്. അതെ അതെ, എന്തായാലും 2 പഴം നെയ്യൊക്കെ ചേർത്തുള്ളല്ലേ, അപ്പൊ നല്ല സാധനമായിരിക്കും മധുരവും. അതെ, അപ്പൊ എന്തായാലും എന്താണ് സംഗതി എന്ന് നമുക്ക് റെസിപ്പിയിൽ കാണാം. ഇതാണ് അമ്മ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്ക്. നല്ല രസമല്ലേ കാണാനൊക്കെ. അപ്പൊ നമ്മുടെ ഏത്തപ്പഴം കൊണ്ടിട്ടുള്ള ആ പലഹാരത്തിന്റെ ഫൈനൽ ഫോം ഒന്ന് കാണണ്ടേ? കാണിച്ചു തരാട്ടോ. നല്ല ടേസ്റ്റ് ആണ്, നല്ല സൂപ്പറാണ്. നമുക്ക് രുചിക്കാതെ തന്നെ അറിയാം ഇതിന്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാം, 5 മിനിറ്റിനുള്ളിൽ റെഡിയാക്കാൻ പറ്റുന്നതാണ്. ഡീറ്റെയിൽഡ് റെസിപ്പി കാണിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അത് ക്ലിയർ ആവും. അപ്പോ എപ്പോഴത്തെയും പോലെ ഇനി അധികം കാത്തിരിക്കാൻ സമയമില്ല. ഞാൻ വേഗം കഴിക്കാൻ പോവാണ്. കഴിച്ചു കഴിഞ്ഞിട്ട് വേറെ ഒരുപാട് പരിപാടികളുണ്ട്. അവിടെ ഒരാൾ നിപ്പുണ്ട്. എപ്പോഴും എല്ലാവരും ചോദിക്കാറില്ലേ മേക്കിംഗ് വീഡിയോ കാണിക്കണമെന്ന്. ഇൻട്രൊഡക്ഷൻ ഞങ്ങൾ എടുക്കാൻ പോകുന്നതിൻ്റെ ചെറിയൊരു ക്ലിപ്പിംഗ് കാണിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഒരാൾ ഇൻട്രൊഡക്ഷൻ പറയാൻ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഓണം സ്പെഷ്യൽ ആയത് കാരണം ഓണം സ്പെഷ്യൽ സാരിയൊക്കെയാണ് എടുത്തേക്കണേ. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. സാരിയുടെ ഒരു ജസ്റ്റ് ക്ലിപ്പിംഗ് കാണിച്ചു തരാവേ. വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം വ്ളോഗ്സ് എപ്പോഴും ഇടണമെന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ വീണ്ടും വീണ്ടും വ്ളോഗ്സ് ഇടുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ ഓരോ വീഡിയോയിലും അമ്മയുടെ സാരിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ക്ലോസപ്പിലൊന്ന് കാണിച്ചു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓണം സീരീസൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഒത്തിരി പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ജസ്റ്റ് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വളരെ സേഫ് ആയിട്ടുള്ള രീതിയിൽ വീട്ടിലൊക്കെ ഇരുന്നിട്ട് നന്നായിട്ട് തന്നെ ഓണം ആഘോഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഇനി നമുക്ക് മറ്റൊരു ബ്യൂട്ടിഫുൾ വീഡിയോയിലൂടെ വീണ്ടും ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.